ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയോ, ഞാൻ ചേർന്നോ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ 33 സ്കൂളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 33 സ്കൂളിൽ അതിപ്പോൾ ഞാൻ ശ്രീകുടിയാണല്ലോ വെച്ചത്. അപ്പോൾ ഞാൻ ശ്രീകുടി ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചതാണ് നന്ദിക്കര എന്ന് പറയുന്ന സ്കൂള്. അപ്പോൾ ആ സ്കൂളിലാണ് എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത്. ഞാൻ അവിടെ അതും കൊമേഴ്സിന്. ഞാൻ കൊമേഴ്സൊന്നും എന്തായാലും വെക്കണമെന്ന് വിചാരിച്ചല്ലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് NH കൂടി ഒരു 13 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ അവിടെ ടെമ്പററി ആയിട്ട് ചേർന്നിട്ട് ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേരാനാണ് ഉദ്ദേശിക്കണത്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ടെമ്പററി ആയിട്ട് ചേർന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ബയോസയൻസ് കിട്ടിയെന്ന് വരില്ല ഗൈസ്. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി കുട്ടനല്ലൂര് ചേരാമെന്ന് വിചാരിക്കുന്നു. കുട്ടനല്ലൂരാകുമ്പോൾ നമ്മുടെ ആദിലക്ഷ്മിയുണ്ട്, ആദിമിത്രയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ ചേരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചേരാൻ പോകുന്നതും. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും നന്ദിക്കര കിട്ടിയല്ലോ. നന്ദിക്കര കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അവിടെ പോയി അതിനി അവിടെ അഡ്മിഷൻ എടുക്കണം ടെമ്പററി ആയിട്ട്. എന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ വയ്ക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചേരാൻ പോകുന്ന സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂള് പിന്നെ ഞാൻ 2 സ്കൂള് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എന്തായാലും പൈസ കൊടുത്ത് ചേരാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ പൂച്ചട്ടിലൊരു സ്കൂളുണ്ട്. പൂച്ചട്ടി ഇവിടെ നിന്ന് അടുത്താണ്. ഇവിടെ നിന്ന് നടന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുട്ടനല്ലൂർ സ്കൂളാണ് അടുത്തുള്ളത്. പിന്നെ പുത്തൂർ സ്കൂള് പക്ഷേ ഞാൻ 10 വരെ പഠിച്ചുകൊണ്ട് എനിക്ക് അവിടെ ചേരാൻ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുട്ടനല്ലൂർ ചേരാന്ന്. കുട്ടനല്ലൂരാകുമ്പോൾ നമ്മുടെ ആദിലക്ഷ്മിയുണ്ട്, പിന്നെ ആദിമിത്രയൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീ ഇല്ല കേട്ടോ. ശ്രീക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ഞാനിനി ചേരാൻ പോകുന്ന സ്കൂള് ഞാൻ നന്ദിക്കര പോയിട്ട് ട്രാൻസ്ഫർ വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചേരാൻ പോകുന്ന സ്കൂൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള സെൻറ് അഗസ്റ്റിൻ HSS കുട്ടനല്ലൂർ സ്കൂളാണ് ഗൈസ്. അപ്പം ഇനി അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പം ഞങ്ങൾ പോവാണ് എവിടേക്ക്, നന്ദിക്കരയിൽ പോയിട്ട് അവിടെ ഇനി ടെമ്പററി ആയിട്ട് ചേരണം. അപ്പം അതിന് വേണ്ടി പോകണം ഗൈസ്. പക്ഷേ ശ്രീദേവിക്ക് വേറെ സ്കൂളിലാണ് ഗൈസ്. അവൾക്ക് വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അല്ലെങ്കിൽ അവൾക്കും കൂടെ ചേരായിരുന്നു. കാരണം അവൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്. 9A+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കാര്യമാണ്. അപ്പോൾ അവൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്. പക്ഷെ അവൾക്ക് വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും ഒരേ സ്കൂളിലായിരുന്നേനെ. അപ്പം അങ്ങനെ 3ാമത്തെ അലോട്ട്മെന്റിന് എന്താ വെയിറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇനി 3ാമത്തെ അലോട്ട്മെന്റ് വരുമ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും. ട്രാൻസ്ഫർ വയ്ക്കുമ്പം എനിക്ക് ട്രാൻസ്ഫർ അല്ല, ടെമ്പററി ആയിട്ട് ചേർന്നിട്ട് അപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ആയിരിക്കും കിട്ടുക. ബയോ സയൻസൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാവരും പറഞ്ഞു ചേർന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ എന്തായാലും പൈസ കൊടുത്ത് ചേരില്ല. അപ്പം ഞാൻ ഇവിടെ അടുത്ത് ചേരും. ഞാൻ ഗായ്സ്, നമ്മുടെ അമ്മച്ചി ഇവിടെ ചക്ക നന്നാക്കുകയാണ് വറുക്കാൻ. പക്ഷെ ഈ ചക്ക വറുക്കാൻ പറ്റുമോ? ഇതും വറുത്ത് കാണിക്കുക. ഈ ചക്കയും വറുക്കാനില്ല, കളയാൻ പറ്റില്ല. ചക്ക കുഴപ്പമില്ല, മധുരം വരുന്നുള്ളൂ. മധുരം ഇട്ട് പക്ഷെ ഒരു പുളിയുണ്ട്. പിന്നെ നമുക്കിനി പോണം. പോവാം ഗൈസ്. ഇപ്പൊ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാണ്ട് പറ്റില്ല. അതാണ് ഇപ്പോൾ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നേരെ പോയി അവിടെ ചേരായിരുന്നു. കുട്ടനല്ലൂർ സ്കൂളിൽ പോയിട്ട് ചേരായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ നന്ദിക്കര സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഇട്ടിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എവിടെയാണ് സ്കൂളിൽ നിന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫയലിലെ എല്ലാ സംഭവങ്ങളും കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ ഞാൻ ഈ കൊമേഴ്സ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 33 സ്കൂൾ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് കൊണ്ട് ഈ ഒരു നന്ദിക്കര സ്കൂളിൽ ഇങ്ങനെ ഒരു കൊമേഴ്സ് വെച്ചു. ഞാൻ അവിടെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വെച്ചതാണ് ഗൈസ്. അപ്പോൾ ഭാഗ്യവശാലല്ല, ഭാഗ്യമില്ലാത്ത വശാൽ എനിക്കത് കിട്ടിപ്പോയി. നന്ദിക്കര സ്കൂള് കുറേ ദൂരം വരുന്നുണ്ട് ഗൈസ് ഇങ്ങോട്ട്. എന്തിനാണ് ഇവിടെ അലോട്ട്മെന്റ് വെച്ചതെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാനിവിടെ ടെമ്പററി ആയിട്ടാണ് ചേരാൻ പോകുന്നത്. ഒരു കൊമേഴ്സിന്റെ ഓരോരെണ്ണം കൊമേഴ്സ് വെച്ചില്ലേ. ഇവിടെ VHS ബ്ലോക്കാണ് കേട്ടോ. പിന്നെ 10ാം ക്ലാസ് വരെ ഉള്ളവർക്കുള്ളൂ. അപ്പുറത്താണെന്നാണ് പറഞ്ഞത് +1 +2. എന്താണെന്നറിയില്ല, ഇപ്പുറത്തൊക്കെയാണ് +1 +2 വരുന്നത്. അപ്പൊ ഇനി അവിടേക്ക് പോണം. ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഓടി വന്നു കേട്ടോ. 10th പഠിക്കുന്ന ഓടി വന്നിട്ട് വീഡിയോസ് ആണ് ആരുടെന്ന് പറഞ്ഞു. സന്തോഷം. ഇനി
+1+2 അപ്പുറത്തേക്ക് ഇടമുറിഞ്ഞ് കിടക്കണം, അവിടെയാണ് ഗൈസ്. അപ്പൊ ഇനി ഇടമുറിയാൻ പേടിയാണ് മമ്മി. അതല്ലടി സ്കൂള് നല്ല ഭംഗിയിട്ടാണ്. ആ സ്കൂള് നല്ല സ്കൂളാ, പക്ഷെ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങി പോകും, സ്പീഡില് വണ്ടികൾ വരണേ. അയ്യോ അപ്പുറത്തെ സൈഡ് ഇട്ടാ. ഇനി ഇതാണ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി നന്ദിക്കര. പക്ഷെ ഇവിടെ ആരുമില്ലല്ലോ. അവിടെ പോയിട്ട് നമ്മള് എന്തോ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു, പരിപാടിയുണ്ട്. പിന്നെ നല്ല മഴക്കാലുണ്ട് കേട്ടോ. പോയിട്ട് കണ്ടാ മഴ പെയ്ത് തീർന്നു, കോട്ട് വല്ലതുണ്ടാ. നടന്ന് കാലൊക്കെ ഇപ്പൊ തേയണ്ടേ. അമ്മയുടെ ചെരുപ്പ് ഇവിടെ ഒരു അക്ഷയം കാണണ്ട്. ഇവിടെ ഇത് ഹൈവേ ഇങ്ങനെ ഇതായോണ്ട് ഇവിടെ കഷ്ടപ്പാടെ. ഞാൻ ശരിക്കും കോമ്പേഴ്സ് ഒന്നും വെച്ചിണ്ടായില്ല. അങ്ങനെ നമ്മൾ റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വന്ന് അവിടെ കയറി കാണിച്ചു കേട്ടോ. അവിടെ ടീച്ചറെ കയറി കാണിച്ചു ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടെമ്പററി ആയിട്ട് ചേർന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചു ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ സ്കൂൾ മാറാൻ, അടുത്ത കിട്ടുമ്പോൾ അങ്ങനെ മാറാനാണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ ചേരും കുട്ടനല്ലൂർ പോയിട്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി തന്നാൽ മതി, ഞങ്ങൾ തന്ന ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളിന് ഒരു എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ തിരിച്ച് തരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ഇത് വാങ്ങിക്കണം ഇവിടെ വീട്ടിൽ വന്നിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ വാങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഓട്ട മത്സരത്തിനൊക്കെ പോയ പോലെ ഓടി. ഞങ്ങൾ ഓട്ട മത്സരത്തിന് പോയ പോലെ ഓടി. ഇതേ ഇപ്പം ഇവിടെ ഇപ്പുറത്തേക്ക് കടന്നു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണെന്ന് തോന്നുന്നു. നമുക്കിനി പോവാം. ഇവിടെ ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുക്കണം. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഞങ്ങൾ പോയി. സംഭവം സ്കൂൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല സ്കൂളാണ് ഗൈസ്. ഇവിടെ കുട്ടികൾ ഫുഡ് കഴിക്കാറായി, നല്ല മണം വരുന്നു ഫുഡിൻ്റെ. കളിയാ പക്ഷേ. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകണ വഴിക്ക് വെറുതെ ഞാനും മമ്മിയും കൂടെ ഒരു ഷെയ്ക്ക് അടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഷെയ്ക്കും കട്ട്ലൈറ്റും കൂടെ കഴിച്ചു. പിന്നെ കുട്ടനല്ലൊരു സ്കൂളിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ചേരാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ വിളിക്കുമ്പോൾ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നമ്മൾ ഷെയ്ക്ക് കുടിക്കാൻ കയറി. അവിടെ നിന്ന് ഷെയ്ക്കൊക്കെ കുടിച്ച് അപ്പം നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവിടെ കറണ്ടില്ല, അതാണ് ഒരു കാര്യം. ഇവിടെ കറണ്ടില്ല. അപ്പം ഇനി എൻ്റെ ഫോണിന് ഓഫ് ആവാറായി, ചാർജ് തീരില്ല. അപ്പോൾ എനിക്ക് ഇനി എടുക്കാൻ പറ്റില്ല ഗൈസ്, അതാണ് വിഷമം. അപ്പോൾ ഇനി കറണ്ട് വന്ന് കുത്തി വെച്ചിട്ട് വേണം ബാക്കി വീഡിയോസ് എടുക്കാൻ. അപ്പോൾ ഞാൻ കറണ്ടൊക്കെ വേഗം വരുന്നു വിചാരിക്കണം. കുറേ നേരമായി പോയിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് വരട്ടെ. അങ്ങനെ കറണ്ടൊക്കെ വരുന്ന വിചാരിച്ചിരുന്നതാണ്, പക്ഷേ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ശിലമ്മയുടെ വീട്ടിലേക്ക് വിട്ടു. അവിടെ നോക്കുമ്പോൾ നമ്മുടെ കൺമണിക്ക് ഉണ്ടായിരുന്നു. അവളിപ്പോൾ പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ പ്ലേ സ്കൂളിൽ പോയിട്ട് കുട്ടി വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഓഫായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുത്തി വെച്ചപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയത്. കൺമണിക്ക് എന്നെയും അമ്മേനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇടയ്ക്ക് വിളിക്കുള്ളൂ, മെസ്സേജൊക്കെ അയക്കും. അപ്പോഴാണ് വലിയ മമ്മി വരണേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ കുഞ്ഞാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവൾ മൈൻഡ് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടനല്ലൂർ സ്കൂളിൽ നിന്ന് വിളി വന്നു, അവിടെ വന്ന് ചേരാൻ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ പോയി ചേർന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ +1 +2 ഞാൻ പഠിക്കാൻ പോകുന്ന സ്കൂള്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.